ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ 2 മാസത്തെ P&L ആണ്. ഇന്നിപ്പോൾ മെയ് 2 ആണ്. സോ കഴിഞ്ഞ 2 മാസം എന്ന് പറയുമ്പോൾ മാർച്ചും ഏപ്രിലും ഈ 2 മാസത്തെ P&L ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഫ്ലാറ്റ് ട്രേഡിൻ്റെ പാനലാണ്. ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഫറൻഡ് ഏണിൻ്റെ അവിടെയാണ് P&L ഒക്കെ കിടക്കുന്നത്. റെഫറൻഡ് ഏണിൽ വെരിഫൈഡ് P&L പോകാം. അതിൽ കസ്റ്റം ഡേറ്റ് റേഞ്ച് ഏപ്രിൽ മാർച്ച് 1 ഓക്കെ. ഇനി ടു ഡേറ്റ് നമുക്ക് മാർച്ച് 31 കൊടുക്കാം. ജനറേറ്റ് ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലിങ്ക് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. മാർച്ച് മന്തിലെ P&L ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 മാസമാണ് നോക്കുന്നത്, മാർച്ചും ഏപ്രിലും. അതിൽ ഫസ്റ്റ് നമുക്ക് മാർച്ചിൽ നോക്കാം. അതാണ് ഇപ്പോൾ ലോഡ് ആവാൻ പോകുന്നത്. സോ പ്രിവ്യൂ അടിക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ കാണാം 63,071 റുപ്പീസാണ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. ഒരു മന്ത് കംപ്ലീറ്റ് ട്രേഡ് ചെയ്തിട്ട് കിട്ടിയ പ്രോഫിറ്റാണിത്. അതിൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഡേ എന്ന് പറഞ്ഞത് മാർച്ച് 5 ആണ്. 27,900 റുപ്പീസാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. സോ അതിൽ ഫസ്റ്റ് വീക്കിലാണ് മേജർ പ്രോഫിറ്റ്സ് കംപ്ലീറ്റ് വന്നത് ഫസ്റ്റ് വീക്കിലാണ്. അതിനുശേഷം വലിയ ഓവറോൾ നോക്കുകയാണെങ്കിൽ അതിനുശേഷം പ്രോഫിറ്റ്സ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഈ ഫസ്റ്റ് വീക്കിൻ്റെ വീഡിയോ മാത്രമായിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ടോട്ടൽ പ്രോഫിറ്റ് അറൗണ്ട് 63,000 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് വീക്ക് 63,000 കിട്ടിയിട്ട് പിന്നെ ഇത്രയും ബാക്കി 3 വീക്ക് ട്രേഡ് ചെയ്തിട്ട് ടോട്ടൽ 0 ആണ് എനിക്ക് കിട്ടിയത്. ആ 0 ആയതുകൊണ്ടാണ് ഓവറോൾ 63 തന്നെ കിടക്കുന്നത്. പ്രോഫിറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ചെറിയ 6,000 റുപ്പീസ് അങ്ങനെ ചെറിയ റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ദിവസങ്ങളിൽ ലോസ് വന്നുകൊണ്ട് 4,000, 2,000 അങ്ങനെ ഒരുപാട് ലോസ് വന്നതുകൊണ്ട് തന്നെ ഓവറോൾ ഈ 3 വീക്ക് ഫസ്റ്റ് വീക്ക് ഒഴിച്ചിട്ടുള്ള ബാക്കി 3 വീക്കിലും കൂടെ നോക്കുകയാണെങ്കിൽ എനിക്ക് ലിറ്ററലി ഒന്നും കിട്ടിയിട്ടില്ല മാർക്കറ്റിൽ നിന്ന്. 3 ആഴ്ച ഇരുന്ന് ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഓവറോൾ 0 ആയിരിക്കും എൻ്റെ P&L ഉണ്ടാവുക. പക്ഷേ ഫസ്റ്റ് വീക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ഓവറോൾ ആ മന്ത് എനിക്ക് 63,000 പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ അതായിരുന്നു മാർച്ചിലെ P&L എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് മാർച്ച് ഏപ്രിലത്തെ P&L നോക്കാം. ഫെബ്രുവരി വരെയുള്ള P&L കംപ്ലീറ്റ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ മാസത്തെയും ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എല്ലാ മന്തിൻ്റെയും P&L എൻ്റെ ചാനലുണ്ട്. അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് ഒഴിവാക്കിയിട്ട് കഴിഞ്ഞ അടുത്ത മാസം നോക്കാം. മാർച്ച് ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെ. ഈ ഏപ്രിലത്തെ P&L ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 9,000. ഓക്കെ, ഒറ്റ സെക്കൻഡ് ഒന്നും കൂടെ നോക്കിക്കോട്ടെ. അപ്പോൾ ഏപ്രിലിൽ നമുക്ക് കിട്ടിയത് 9,700 റുപ്പീസാണ്. അതിൽ 9,700ൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഡേ എന്ന് പറഞ്ഞത് 36,000 ആണ്. ആ 36,000 നമുക്ക് ഏപ്രിൽ 30 കിട്ടിയത്. മോസ്റ്റ് പ്രോഫിറ്റബിൾ ഡേ 36,000 ആയിട്ട് പോലും എനിക്ക് ഓവറോൾ പ്രോഫിറ്റ് വെറും 9,000 റുപ്പീസേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ തൊട്ട് മുന്നത്തെ ദിവസം വരെ ഏപ്രിൽ 29 വരെ നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ലോസാണ് ഏപ്രിലിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഒരൊറ്റ ദിവസത്തെ പ്രോഫിറ്റിലാണ് കംപ്ലീറ്റ് കവർ ചെയ്ത് ഓവറോൾ ചെറിയ പ്രോഫിറ്റിലേക്ക് വന്നത്. അതുകൊണ്ട് ട്രേഡിങ്ങിൽ ഒരിക്കലും ഞാൻ പല പ്രാവശ്യം പറയുന്നതാണ്, ട്രേഡിങ്ങിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവമില്ല. ഡെയിലി ഇത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ മന്ത്ലി ഇത്ര പ്രോഫിറ്റ്, വീക്കിലി ഇത്ര പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സംഭവം ട്രേഡിങ്ങിലില്ല. എല്ലാ ദിവസവും 1,000 രൂപ അല്ലെ എല്ലാ ദിവസവും 2,000 രൂപ ആ രീതിയിലുള്ളൊരു സംഭവം ട്രേഡിങ്ങിലില്ല. ട്രേഡിങ്ങിൽ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. ഓവറോൾ നമുക്ക് പ്രോഫിറ്റിൽ എത്താൻ പറ്റും. നമ്മൾ പ്രോപ്പർ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നല്ല രീതിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് ലോസ് വന്നിട്ടും ഇമോഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലൊരു ഇമോഷൻ കൺട്രോളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിൽ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിപ്പം ഏപ്രിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ദിവസം മാർക്കറ്റിലേക്ക് വന്നു, ട്രേഡ് എടുത്തു, ലോസ് വന്നു. പിന്നെ ഒരു ദിവസം ട്രേഡ് ഇല്ല, പിന്നെ അടുത്ത ദിവസം വീണ്ടും ലോസ്, പിന്നെ ട്രേഡ് ഇല്ല, പിന്നെ വീണ്ടും ലോസ്, പിന്നെ വീണ്ടും ലോസ്, പിന്നെ 3 ദിവസം. അത് വിഷു ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ 3 ദിവസം ട്രേഡ് എടുക്കാൻ. വിഷു, ഉത്സവം അങ്ങനെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ട്രേഡ് ഇല്ല. പിന്നെ എടുക്കുന്നതാണെങ്കിൽ വീണ്ടും ലോസ്, അങ്ങനെ ഫുള്ള് ലോസ്. ഈ വിഷു അങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ലോസ് കംപ്ലീറ്റ് ലോസ്. പിന്നെയും 2 ദിവസം ട്രേഡ് ഇല്ല, പിന്നെ എടുക്കുന്നത് 9,000 റുപ്പീസ് ലോസ്. അത് 2 ട്രേഡോ 3 ട്രേഡൊക്കെ അടുപ്പിച്ച് ലോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്.
പിന്നെ 500 ഇത് ചെറിയ ബ്രേക്ക് ഈവണാണ്. അങ്ങനെ ഓരോ ദിവസവും ലോസ്. പിന്നെ ഒരു ദിവസം 13,000 രൂപ പ്രോഫിറ്റ് കിട്ടി. ഓൾമോസ്റ്റ് 14,000 അടുത്തുണ്ട്. ഈ ദിവസം എനിക്ക് തോന്നുന്നത് ടാർഗറ്റ് അടിച്ചത് ഹ്യൂജ് ടാർഗറ്റാണ്. ഓൾമോസ്റ്റ് 20,000 റേഞ്ചിലുള്ള ടാർഗറ്റാണ് അടിച്ചത്. പക്ഷേ 13,000 ആവാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് ഓൾറെഡി 3 ട്രേഡ് നാലാമത്തെ ട്രേഡിലാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത്. സോ ടോട്ടൽ 4 ട്രേഡ് എടുത്തതിൽ 3 ട്രേഡും SL അടിച്ച്. അപ്പോൾ ആ 3 ട്രേഡ് കൂടെ SL അടിച്ചപ്പോഴേക്ക് വീണ്ടും ഓവറോൾ മന്ത്ലി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലോസിലേക്ക് പോയിട്ടുണ്ട്. അതിനു ശേഷമാണ് പിന്നെ ഒരു ട്രേഡ് അടിച്ചിട്ട് പ്രോഫിറ്റ് ഇട്ടിട്ട് ഓവറോൾ 13,000 എത്തുന്നത്. അതിനുശേഷം വീണ്ടും പിറ്റേന്ന് 7,000 പോയിന്ന്, അതിനുശേഷം 7,000 വീണ്ടും പോകുന്നു. അപ്പോഴേ ഈ 13,000 ആവിയായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഒരൊറ്റ ദിവസം കിട്ടിയ പ്രോഫിറ്റ്, ഇത് അത്യാവശ്യം നല്ല ട്രേഡാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എൻ്റെ ലൈഫിൽ തന്നെയുള്ള ഏറ്റവും ഹൈയസ്റ്റ് പ്രോഫിറ്റാണ് ഇത്. 36,000 വന്നത് ഒറ്റ ട്രേഡിൽ, സിംഗിൾ ട്രേഡിൽ കിട്ടിയ പ്രോഫിറ്റാണ്. സോ അങ്ങനെയാണ് ട്രേഡിങ് വർക്ക് ചെയ്യുക. ഇത്രയും ദിവസം ഞാൻ പ്രോപ്പറായിട്ട് ഇമോഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നല്ല എൻട്രി നോക്കിയിട്ട് നല്ല എൻട്രി വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ആ എൻട്രീസ് മാത്രം എടുത്തതുകൊണ്ടാണ് എൻ്റെ ലോസ് ഇത്രയിൽ ലിമിറ്റഡ് ആയിട്ട് നിന്നത്. അങ്ങനെ ലോസ് ലിമിറ്റഡ് ആയിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ദിവസം ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഓവറോൾ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റിയത്. ഓക്കെ, സോ നമ്മളെ എയിം എപ്പോഴും ട്രേഡിങ്ങിൽ നമ്മളെ എയിം എപ്പോഴും ഓവറോൾ പ്രോഫിറ്റിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും. ഓരോ ട്രേഡും പ്രോഫിറ്റബിൾ ആവുക, അല്ലെങ്കിൽ എല്ലാ വീക്കും പ്രോഫിറ്റബിളോ എല്ലാ മന്തും പ്രോഫിറ്റബിളോ എന്ന് പറഞ്ഞ സംഭവം ട്രേഡിങ്ങിലില്ല. ചില സമയത്ത് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത്, മാർക്കറ്റ് നമ്മളെ ഫേവറിലേക്ക് വരുന്ന സമയത്ത് മാക്സിമം ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ മാർക്കറ്റ് നമുക്ക് ഫേവറബിൾ അല്ലാത്ത സമയത്ത്, നമുക്ക് SL അടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എൻട്രി വരാത്ത സമയത്ത് ട്രേഡ് എടുക്കാതിരിക്കുക. SL അടിക്കുന്ന സമയത്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. സോ അങ്ങനെ പ്രോപ്പർ കൺഫർമേഷൻസ് ഒക്കെ കിട്ടാത്ത ട്രേഡ്, അല്ലെങ്കിൽ പ്രോപ്പർ ടാർഗറ്റ് ഇല്ലാത്ത ട്രേഡ്, നല്ല റിസ്ക് റിവാർഡ് ഇല്ലാത്ത ട്രേഡ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ട്രേഡ് എടുക്കാതിരിക്കുക. എന്നിട്ട് നല്ല എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ എൻട്രി വരുന്ന സമയത്ത് മാത്രം എടുക്കുക. അങ്ങനെ ആകുമ്പോൾ പ്രോപ്പർ എൻട്രി മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ലോസ് കുഴപ്പമില്ല. ഞാൻ പല ആവർത്തി പറയുന്ന സംഭവമാണിത്. അങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റപ്പ് പ്രകാരം എടുത്ത് വരുത്തുന്ന ലോസ് നമുക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് എൻ്റെ കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ മാസം നോക്കുകയാണെങ്കിലും ഞാൻ കാണിച്ചല്ലോ, ഫസ്റ്റ് വീക്കിൽ കിട്ടിയ പ്രോഫിറ്റ് കൊണ്ടാണ് ആ മന്ത് മൊത്തത്തിൽ ഞാൻ പിടിച്ചു തന്നത്. ബാക്കി നോക്കുമ്പോൾ ഓവറോൾ ഒന്നും ഉണ്ടാവില്ല, ബ്രേക്ക് ഈവൻ ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് വീക്കിൻ്റെ പ്രോഫിറ്റ് തന്നെയാണ് ഓവറോൾ പ്രോഫിറ്റ് ഏകദേശം സെയിമാണ്. സോ അതാണ് ട്രേഡിങ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡിങ്ങിലേക്ക് ഒരു 4 SL അടിച്ച്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് SL അടിച്ചുള്ളതിൻ്റെ പേരിൽ അപ്പോഴേക്ക് സ്ട്രാറ്റജി പെട്ടെന്ന് ഓടിപ്പോയിട്ട് മാറ്റാൻ നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത്. സ്ട്രാറ്റജി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം. കുറച്ച് SL കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ഓൾറെഡി ബാക്ക് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഉണ്ടാവുമല്ലോ. ആ റിസൾട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്ട്രാറ്റജിക്ക് എത്രമാത്രം ഡ്രോ ഡൗൺസും കാര്യങ്ങളൊക്കെ വരാമെന്നുള്ളത്. അപ്പോൾ ആ ഡ്രോ ഡൗൺസ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഡ്രോ ഡൗൺ നമ്മളെ സ്ട്രാറ്റജി പ്രകാരം വരേണ്ട ഡ്രോ ഡൗണിലും കൂടുതൽ ഡ്രോ ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ, അതിലും കൂടുതൽ SL അടുപ്പിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കുറച്ച് ഒന്നും കൂടെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക കഴിഞ്ഞ 2-3 മാസം. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തുക. അതല്ലാതെ കുറച്ച് SL അടിക്കുമ്പോഴേക്ക് സ്ട്രാറ്റജി മാറ്റാനോ കാര്യങ്ങൾക്കൊന്നും പോകാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ കുറച്ചും കൂടെ ക്വാളിറ്റി സെറ്റപ്പ്, നല്ല ക്വാളിറ്റി സെറ്റപ്പ്സ് മാത്രം നോക്കിയെടുത്തുകൊണ്ടാണ് ട്രേഡിൻ്റെ എണ്ണം കുറഞ്ഞത്. അത്യാവശ്യം നല്ല രീതിക്ക് ട്രേഡിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏപ്രിലിൽ. പിന്നെ കുറച്ച് ദിവസം മാർക്കറ്റിൽ ഇല്ലേനി, അതും കൂടെ ഉണ്ട്, അതും വേറൊരു ഫാക്ടറാണ്. സോ ഓക്കെ, അത്രയൊക്കെ ഉള്ളത് വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട്, ഈ പ്രോഫിറ്റ്സ് കംപ്ലീറ്റ് ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി വന്നത് ലിക്വിഡിറ്റി കൺസെപ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഓവർ കോംപ്ലക്സ് ആയിട്ടുള്ള ഭയങ്കര വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും ഒരുപാട് സ്ട്രാറ്റജീസും എന്താ പറയുക, ഒരുപാട് മറ്റേ VWAP ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് എൻ്റെ ലൈവ് ട്രേഡ് കണ്ടാൽ മനസ്സിലായി. ഞാൻ തന്നെ വരയ്ക്കുന്ന ചെറിയ 1-2 ലൈൻസ് മാത്രമേ എൻ്റെ ചാർട്ടിൽ ഉണ്ടാവുള്ളൂ. സോ അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സിമ്പിളായിട്ട് മാർക്കറ്റിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർ ബാക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും ചെയ്തിരിക്കണം. നമ്മുടെ സ്ട്രാറ്റജിയിൽ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റും നല്ല എൻട്രി മാത്രം നോക്കിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.